ലിനുവിന് സിജോന് സായിക്കൊക്കെ കള്ളു കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് കൊണ്ടതാണ്. ഹായ്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ കയറാൻ പോവാണ്. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ സർപ്രൈസുകൾ കാണാൻ നമ്മൾ റമദ റിസോർട്ടാണ് ഇവിടെ. ഈ റമദ റിസോർട്ടിലാണ് ഞങ്ങൾ അന്ന് പണ്ട് അവിടെ കുറേ ഹൗസ് ബോട്ട് കാണാറുണ്ട് അല്ലേ. അതിൻ്റെ ഒരു പിക്ചേഴ്സൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുക. ഞങ്ങൾ പണ്ട് കഴിഞ്ഞെല്ലാം ഒരു ഫുട്ബോൾ മാച്ചിന് വേണ്ടി ഈ റമദ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. ഈ കറക്റ്റ് സ്ഥലത്ത്. നമ്മൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ അകത്തുള്ള റൂമാണിത്. ടി വി ഉണ്ട്, വാഷ്റൂമുണ്ട്, പിന്നെ അതവിടെ റൂം. ഇതാണ് ഞങ്ങൾ ഹൗസ് ബോട്ട് റൂം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതെൻ്റെ പുതിയ വ്ളോഗാണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് ഫുള്ള് ഈ വ്ളോഗിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം അതെൻ്റെ കുറേ മിനിറ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഒരു 10, 30, 40 മിനിറ്റ് എന്തായാലും കാണില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് രണ്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ട്രാവൽ വ്ളോഗും പിന്നെ ഒന്ന് ബർത്ത്ഡേസ് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 15-ാം തീയതി തന്നെയാണ്. പക്ഷെ 15-ഉം 16-ഉം കൂടി ചേർത്ത സാധനമാണ് ഞാനിനി ബർത്ത്ഡേ സർപ്രൈസ് വ്ളോഗിൽ കൊടുക്കാൻ പോകുന്നത്. സർപ്രൈസ് ഒന്നുമില്ല. സർപ്രൈസ് നിങ്ങളെല്ലാവരും കണ്ടു വിചാരിക്കുന്നു. ദ ഹൗസ് ബോട്ടാണ് സർപ്രൈസ്. അപ്പോൾ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ പോയിട്ട് കായലിൻ്റെ നടുവിൽ, ഏകദേശം നടുവിലാണ് തോന്നുന്നു, അവിടെ പോയിട്ട് അയ്യോ അത് ആടുണ്ട് നങ്കൂരിട്ടിട്ട് അവിടെ നിൽക്കും. അതാണ് ഇന്ന് രാത്രിയുടെ സ്റ്റേ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മൾ സിജു, നന്ദൻ, നിഷാനിക്ക് ഒപ്പം വരും. ഞാൻ വരെ കാണിക്കാം കേട്ടോ. കായലിങ്ങനെ ആടുണ്ട് നല്ലോണം. അപ്പോൾ ബോട്ടിലും ഈ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. എന്താവോ തല വല്ലതും കറങ്ങുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഹൗസ് ബോട്ട് എങ്ങനെയുണ്ട്? ഹൗസ് ബോട്ടോ? കൊള്ളാം. എന്താ ഓരോരുത്തർ രസമുണ്ട് പറയണത്. എന്താ പറയുക. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ എൻ്റെ ബർത്ത്ഡേ ഇന്ന് ഹൗസ് ബോട്ടിലാണ്. കായലിൻ്റെ നടുവിൽ ഞങ്ങൾ കൊണ്ടുപോയി നിർത്തും വണ്ടി അല്ലേ. സ്നേഹയുടെ ജന്മദിനം കായലിന്റെ നടുവിലാണ്. ഇതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ബർത്ത്ഡേ തരുന്നത്. എപ്പോഴും വെള്ളത്തിലാണ്. ഇവിടെയും വെള്ളത്തിലായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ സിജോ, നിഷാന ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവരെ കാണാം കേട്ടോ. സിജോ, നിഷാന, പിന്നെ നമ്മൾ അൽത്താഫ് ഉണ്ടോ? അൽത്താഫ് വ്ളോഗ്സ് ഉണ്ട്. അൽത്താഫ് അവരെ നമുക്ക് കാണാം കേട്ടോ. അതാ നമ്മുടെ അതിഥികൾ വന്നു. നമ്മുടെ ലീനു എന്നോട് പറഞ്ഞില്ലട്ടോ. ലീനു വരുന്ന കാര്യം പറഞ്ഞില്ല. അൽത്താഫ് എന്നാ ഞങ്ങൾ വിചാരിച്ചു. അതെ, ഒരു സാധനം സൂക്ഷിക്കാൻ വയ്യ. ആ തുടങ്ങി കോള് വന്നാ ഞാൻ എടുക്കണം. എങ്ങനെ കൊടുത്താലും ഞാൻ ഇയർഫോൺ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിന്ന്. അപ്പൊ ലിനുവിന്റെ കാര്യം എനിക്ക് അറിയണ്ടായിരുന്നു. അപ്പൊ ലിനു നമ്മുടെ സൂപ്പർ സർപ്രൈസ് ആയി. ലിനുവിന്റെ ഗിഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നതിന് മുന്നത്തെ വ്ളോഗാണ്. രണ്ടാമത്തെ വ്ളോഗാണ്, ബർത്ത്ഡേ വ്ളോഗ്. അപ്പൊ നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന്റെ മുന്നേ ഫുഡ് അടിയാണ്. അപ്പോൾ നിഷാനതാ പാവം ഡയറ്റിലാണ് ആ കുട്ടി. അതെ, ഡയറ്റിലാണ്. ബിഗ് ബോസ് ടീമിന്റെ വാല് എന്നുള്ള പേരൊക്കെ ഉണ്ട്. ഞാനത് നല്ല രീതിക്ക് യൂസ് ചെയ്യാന്ന്. അതെ, വാലാട്ടിക്കൊണ്ടേയിരിക്കൂ. ഇവിടെ പിന്നെ കപ്പിൾസ്, പ്രീ കപ്പിൾസ് എന്താ പറയണില്ല. ഓക്കെ, നമ്മള് ഫുഡ് കഴിക്കട്ടെ. ലിനുവിന് മാത്രം എപ്പോഴും മനസ്സിൽ ധ്യാനിച്ച് കഴിയുന്ന ഒരു ഞങ്ങളിവിടെ കുറെ ചർച്ചകൾ നടത്തി. അതൊന്നും ഇവിടെ വെളിപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ഫുഡ് കഴിക്കട്ടെ. ചിക്കൻ അല്ലത്, ചിക്കൻ, കോവയ്ക്ക, കരിമീൻ. അപ്പൊ നമ്മള് കോവയ്ക്കൊന്നും വേണ്ട, ചോറൊക്കെ ഉണ്ട്. പിന്നെ അതെന്താ പ്രോൺസ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് കേക്ക് മുറിക്കാൻ പോവാണ്. സമയം എത്ര നിങ്ങൾ പറയണം, പറയൂ. 11 മണി. ഇതാ ഇവിടെ ഒരുത്തൻ ഇവിടെ ഫോൺ നോക്കിയിരിക്കുക. ഒരുത്തന്നൊക്കെ പറഞ്ഞാൽ മതി.
ബർത്ത്ഡേ ആണ്. 11 മണിക്കാണ് ഞങ്ങൾ കേക്ക് മുറിക്കുന്നത്. കേക്ക് കാണിച്ചതാ. നിന്റെ ബർത്ത്ഡേ ആണ്, നീയാണ് അതല്ല മുറിക്കില്ല. സോറി ഗൈസ്, ലിനു ചെറുതായിട്ട് ഓക്കെ. അപ്പൊ ഈ ലവ് ലിനുവിന്റെ സ്പെഷ്യൽ വകയാണ് ലവ്. താങ്ക് യു ലിനു, താങ്ക് യു നിഷ, താങ്ക് യു സായി. എല്ലാ ഇടിമിന്നലിന്റെ ഇടയില് എനിക്ക് പോയി നിക്കാം. ഞാൻ അപ്പൊ എല്ലാ ഇടിമിന്നലും എല്ലാത്തിന്റെ ഇടയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കേക്ക് കുറിക്കാൻ പോവാണ്. ആദ്യമായിട്ട് ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ സ്നേഹ, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലസ് യു ഡിയർ. ഓക്കെ. ഞാൻ വരാം. ഇനി നിഷാനിക്ക് അതില്ല. ഇനി സ്നേഹം കൊടുക്കും. എടാ നീ പോവല്ലേ? സഞ്ജു 100 അടിച്ച സ്നേഹയുടെ ബർത്ത്ഡേ. ബാക്കി ഇനി അങ്ങനെ നിനപ്പോ കൂടുതൽ സന്തോഷം എന്തിനാ? സ്നേഹയുടെ ബർത്ത്ഡേ കാണാം. പോയില്ലേ? അപ്പൊ എന്റെ ബർത്ത്ഡേന്റെ എല്ലാ സന്തോഷം സ്നേഹം കൂടാ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണമെന്നല്ലേ? അതിന്റെ ഉള്ളില് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ വേറെ? എന്തൊക്കെയുണ്ട്? ഹണിയുണ്ട്, ഹണി പ്ലസ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. എന്ത് പറഞ്ഞ കൈയെടുത്ത് കൈ കൊണ്ട് കഴിക്കറാ. ആ ഇത് വലിയ പീസ് ഒക്കെ കൊടുക്കേണ്ടി വരും. മോത്തേക്കുന്നുണ്ടോ? ഞാൻ എന്നിട്ട് മൊത്തം ഞാൻ തൂത്ത് കളഞ്ഞില്ല. ഇനി ജാസ്മിൻ ഇട്ട മാതിരി ഇടായിരുന്നു കൊണ്ടിട്ട്. എന്തിനാടാ പൂള് ഇതിന് മുക്കിക്കൊന്നുള്ള ഇൻഷുറൻസിലുള്ള മമ്മിയും കംപ്ലീറ്റ് മൊത്തം ഇല്ല. ടാറ്റ. അടിച്ചു പൊളിക്കാം. അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. ഓക്കെ, അപ്പൊ നമ്മള് മെസ്സേജ് വിളിക്ക. നാളെ പറ്റുമെങ്കിൽ വരണം കേട്ടോ. നാളെ നോക്കണേ. എനിക്കറിയാം മിക്കവാറും ഞാൻ രാത്രി ഒറ്റയ്ക്ക് കേൾക്കണ്ടേ. ഇതാണ് അല്ല റൂം എടുക്കാം. പരിപാടികൾ കഴിഞ്ഞിട്ട് ഇവരെ എല്ലാരും പോവാണ്. സ്നേഹയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ സായും ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ഇത് അത്യാവശ്യം ഉണ്ടോ? ആണോ? അപ്പൊ നമ്മള് ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിച്ച് കഴിഞ്ഞു. അപ്പൊ ഇനി സിജോ, ലിനു, നിഷാന പോവാണ്. അപ്പൊ ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു ചാറ്റ പോവാണ്. ഇനി നമുക്ക് ഇനി പോയി കിടക്കട്ടെ. 11 കാലമായിട്ടുള്ളൂ, 11:30 12 മണിക്കാണല്ലോ ബർത്ത്ഡേ. എന്തായാലും ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ സിജോ, ലിനു, നിഷാനൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ റൂമിലിങ്ങനെ ഇരുന്നപ്പോഴാണ് വണ്ടി ബോട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ രാത്രി ഞങ്ങൾ ബോട്ടിൽ കയറി ഇരിക്കുകയാണ് മുകളിൽ. പക്ഷെ ഇവിടെയൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്, ഷീറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മഴയുണ്ട്, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ കറക്റ്റ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, നല്ല ആസ്വദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ എന്തായാലും 12. അപ്പോൾ കാറ്റില്ല, അത് ഈ ഷീറ്റ് ഇട്ടുണ്ടോ? അവിടുത്തെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് വ്യൂസ് എന്തെങ്കിലും കിട്ടാൻ പറ്റുമോ നോക്കട്ടെ. പകലാണെങ്കിൽ അപ്പോൾ കുറേ കിട്ടും. ഇപ്പം മഴ പെയ്യണം എന്തായാലും. പക്ഷെ മഴയത്ത് ഈ ഹൗസ് ബോട്ട് പോകാൻ നല്ല രസമുണ്ട്. ഞാൻ എന്തെങ്കിലും വീഡിയോ ക്ലിപ്സ് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഹൗസ് ബോട്ട് പോവാണ്. അവിടെ ഇങ്ങനെ നല്ല മഴ ഉണ്ട്, നിങ്ങൾക്ക് കാണാം ഈ വെള്ളത്തിൽ മഴ വീണ തുള്ളികൾ.
ഇവിടെ നിന്ന് ഞാൻ ഫോണ് പോയാൽ ഒക്കെ എൻ്റെ പോകും. അതുകൊണ്ട് ഞാൻ ഫോൺ അധികം യൂസ് ചെയ്യണില്ല. ഇങ്ങനെ ഇതേത് നമ്മുടെ വേമ്പനാട്ടുകാര. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട് എന്ത് റിസോർട്ടാണെന്ന് പറയുന്നത്. ഇവിടെ നല്ല അടിപൊളിയുണ്ട്. നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ഹൗസ് ബോട്ടിൽ. ഞങ്ങളിവിടെ ഇങ്ങനെ മുകളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സമയം 12 അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് November 16. അപ്പോൾ എന്താ പറയുക, നല്ല ഹാപ്പിയാണ്. ഇപ്പോൾ പുതിയൊരു ദിവസം, പുതിയൊരു വർഷത്തിലേക്കാണ് നമ്മൾ കടന്നു പോണത്. അപ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇനിയും കുറേ കാലം ജീവിക്കാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു മീ. കാരണം ഫസ്റ്റ് ഞാനാണ് പറയണത്. എൻ്റെ സ്വന്തം കാര്യത്തിൽ ഫസ്റ്റ് ഞാനാണ് പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്രകൾ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ നമ്മൾ ഈ ബർത്ത്ഡേ വ്ളോഗിൽ കാണാം. അപ്പോൾ ടാറ്റ. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ വ്ളോഗ് കഴിഞ്ഞു. അതായത് November 15 രാത്രി കഴിഞ്ഞു, 16 ഇനി പകൽ മുതലുള്ള വിശേഷങ്ങൾ ഞാൻ ഇനി വഴിയെ ഇതിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ. അപ്പം നമ്മൾ ബർത്ത്ഡേ ഇന്ന് ഹൗസ് ബോട്ടിലാണ്. November 16. നമ്മൾ ഹൗസ് ബോട്ടിൽ ഇപ്പോൾ രാവിലെ ഒരു 7:30 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഡ്രൈവർ ചേട്ടനോട് വെച്ച് പറഞ്ഞു 1 മണിക്കൂർ നമ്മൾ ഇവിടെ ഫുള്ള് കറക്കി കാണിക്കും. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യട്ടെ. നിങ്ങൾക്കുള്ള വ്യൂസൊക്കെ ഞാൻ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗിൽ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളും യാത്രകൾ പോവുക ആലപ്പുഴയിലേക്കോ എല്ലായിടത്തേക്കും. ആലപ്പുഴ നാട്ടിലുള്ളവർക്കൊക്കെ അടിപൊളി സാധനങ്ങളാണ് എന്തായാലും ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇന്ന് രാവിലെ എണീച്ച് കായൽ കാണാം, നല്ല സൺറൈസ് കാണാം, നല്ലൊരു അടിപൊളി. ഇവിടുത്തെ സ്റ്റേയും താമസവും ഒക്കെ ഇങ്ങനെ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് നമ്മൾ മാർക്കറ്റിലൊക്കെ ഫുള്ള് മീനാണ് ഉണ്ടാവുക. മീനിയാണ് കൂടുതൽ ഉണ്ടാവുക. നല്ല അടിപൊളി വൈബാണ്. നല്ലൊരു ഭയങ്കര പഴയ ഫീൽ, നൊസ്റ്റാൾജിക് ഫീലൊക്കെ തോന്നും. കാരണം ഇവിടുത്തെ പാടവരമ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും യാത്ര ചെയ്യാൻ പറ്റും. കൊച്ചു വീടുകൾ. പക്ഷെ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ ഈ ടെറസിൻ്റെ മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാവും. ഇവരുടെ ബാൽക്കണിയിലൊക്കെ കയറി നിന്നിട്ട് കാണുമ്പോൾ. പക്ഷെ എന്തല്ലേ, സൂര്യൻ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. എൻ്റെ കണ്ണൊക്കെ പോകുന്നുണ്ട്. പകലായപ്പോൾ എല്ലാ ഹൗസ് ബോട്ടും പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ എവിടെയാണ് നങ്കൂരട്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞങ്ങളവിടെ നിന്നപ്പോൾ എനിക്ക് എൻ്റെ രാത്രി ആയതുകൊണ്ട് തോന്നുന്നു, എനിക്ക് ഒന്നേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ മണ്ണ് എവിടുന്നോ കൊണ്ടുപോകുന്ന തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ ഇനി നമ്മുടെ വീട്ടിൽ ഡ്രസ്സ് ഇട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം ഇവിടെ ഫുള്ള് നിറച്ചും ഹൗസ് ബോട്ടുകളാണ് പല സ്ഥലത്തു നിന്നുള്ളത്. അതിൽ പല ആൾക്കാരും ഞാൻ കണ്ടപ്പോൾ അവരെല്ലാവരും നല്ല ഒരുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ഇന്നലെ കിടന്നപ്പോൾ തന്നെ 1:30-2 മണിയായി. അപ്പോൾ എനിക്ക് കുറച്ച് വഴുകി. സാരില്ല, എന്നാലും ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നോക്കാനൊരു 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കറക്കുള്ള സമയം കഴിയും. അപ്പോൾ ആ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും ഒരുങ്ങിക്കഴിഞ്ഞാൽ. കാരണം എനിക്ക് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂർ റൗണ്ട് അടിച്ചു ബാക്ക് വാട്ടേഴ്സിൽ. നല്ലൊരു അടിപൊളി വൈബായിരുന്നു. എന്താ പറയുക, നല്ല എൻജോയ് ചെയ്തു. കാരണം കുറേ ഹൗസ് ബോട്ടുണ്ട് ഇവിടെ ഏതാണെന്ന് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഹൗസ് ബോട്ടുകൾ കൊണ്ട്. അപ്പോൾ ഞങ്ങളിതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട്, ലിനുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ടയിൽ കയറി ഇരുന്നിട്ട് ഞങ്ങളിവിടെ ഫുള്ള് കറങ്ങി. നല്ല ഒരു വൈബായിരുന്നു. നമുക്ക് 1 മണിക്കൂർ ആണ് ട്രാവൽ ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് 9 മണിയാകുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഇത് പാർക്ക് ചെയ്യാൻ പോവാണ് റമദേൻ്റെ അവിടെ തന്നെ. റമദേൻ്റെ അവിടെ നിന്ന് കയറി റമദേൻ്റെ അവിടെ തന്നെ പാർക്ക് ചെയ്യാണ്. മറ്റേ നിർത്തിയത് അപ്പുറത്ത് വേറെ സ്ഥലത്ത് വേറെ കരയിലാണ്. അപ്പോൾ നല്ല എന്താ പറയുക,
നമുക്കൊരു ഒരു ഒരു സ്റ്റേക്കേഷനൊക്കെ പറ്റിയ അടിപൊളി സംഭവമാണ് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ കയറിയിരിക്കണം എന്നാലേ അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ. നല്ല അടിപൊളി സാധനങ്ങളാണ് എന്തായാലും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാം. സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ടിലുള്ള ജേണി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ എങ്ങനെ പോണേ? കൈനക്കരി. കാരണം ഞാനത് ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് കണ്ടപ്പോൾ രസം തോന്നി. കാരണം വെച്ചാൽ ഞാൻ മറ്റേ ആടില്ലേ മറ്റേ കുഞ്ചാക്കോ ബോബനും നമിത പ്രമോദും ഒക്കെ ഉള്ള സിനിമയുണ്ട്. അതിൽ കൈനക്കരി പറയുന്നുണ്ട്. അതിൽ സീനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രസമുള്ള അടിപൊളി വൈബുള്ള സ്ഥലമാണെന്നുള്ളത്. ഇത് നമ്മള് വെള്ളത്തിലൂടെ അല്ലേ പോയത്. ഇത് നമ്മൾ കുറച്ച് കരയിലൂടെ ഒന്ന് പോയി നോക്കാം. പോട്ടെ, കര കാണാൻ പോട്ടെ. പാടല്ലേ പാടല്ലേ. അപ്പോൾ നമ്മള് ഈ ഹൗസ് ബോട്ടിനോട് യാത്ര പറയുന്നത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാതും നങ്കൂരിട്ടിട്ടുണ്ട്. നങ്കൂരല്ലോ പറയാ. ഇനി അടുത്ത ട്രിപ്പിലുള്ള ആൾക്കാരെ റെഡി ആക്കിയിരിക്കുകയാണ്. നമ്മുടെ യാത്ര കഴിഞ്ഞു. നമ്മുടെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. കഴിഞ്ഞിട്ടില്ല. നമ്മള് യാത്ര തുടർന്ന് കൊണ്ടുപോയിട്ട് സ്നേഹന്റെ 2 പെട്ടിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹയാണ് ഈ പെട്ടി, ഇത്രയും വെയിറ്റുള്ള പെട്ടി കിടക്കുന്ന ആള്. ഇറങ്ങിക്കോ പോവാ. അവിടെ വെച്ചാൽ ഞങ്ങൾ കൊണ്ടേക്കൊണ്ട്. അല്ലല്ല കുഴപ്പമില്ല, ചേട്ടാ അവിടെ വെച്ചോ, ഞങ്ങളുണ്ടായിക്കൊണ്ട്. ഞങ്ങളെ പെട്ടി വേറെ ആരും എടുക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതാണ് ഞങ്ങൾ ആവശ്യം. പെട്ടീൻ്റെ ഇടയിൽ എൻ്റെ സാധനം കൊടുക്കുകയാണ്. ഓക്കെ സ്നേഹ, അപ്പോൾ എല്ലാം സെറ്റിലാക്കിയിട്ട് വാ. ഞാൻ കാർ പോയി വെയിറ്റ് ചെയ്യാം. അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഓള് കാശ് കൊടുത്ത് പോകുന്നത്. അപ്പോൾ ഇതിന് കാശ് കൊടുക്കും. വാ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങളെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഹൗസ് ബോട്ടിലെ പരിപാടി ഇന്നലെ തീർത്തു. ഇനി ഞങ്ങൾ നേരെ കൈനഗിരി പോവാണ്. അവിടെ ലിനു സിജോ വരില്ലേ? വരുന്നാറിന് ലിനു സിജോ അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞ് സെറ്റിലാക്കി പോവാണ്. ഇനി നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാ? കൈനക്കരി. സ്നേഹന്റെ സ്വന്തം കൈനക്കരി. ഞാനത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ടെർമിനല്. കൈനക്കരി. ആ സിനിമന്റെ പേരെന്തായിരുന്നു എനിക്കറിയില്ല. ആട്ടിൻകുട്ടിയും കുഞ്ചാക്കോവിന്റെ സിനിമയിലാണ് കൈനക്കരി ഉള്ളത്. അതിന്റെ നമിതന്റെ പേരും നമിത പ്രമോദിന്റെ പേരും അങ്ങനെ കൈനക്കരി എന്തോ ആണ്. അപ്പോൾ നമ്മളിനി ആ സ്ഥലത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ പറയാ, ആലപ്പുഴയുള്ള എല്ലാവരും നല്ല ഭാഗ്യമുള്ളവരാണ്. പക്ഷെ മഴക്കാലം ആകുമ്പോൾ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാവില്ല. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറാനുള്ള സകല സാധ്യതയുണ്ട് എല്ലാ സ്ഥലത്തും. ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ അടിപൊളി വൈബാണ്. എന്താ പറയാ, നല്ല എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനുള്ളിലുള്ള കുറെ നമ്മുടെ ബാംഗ്ലൂരൊക്കെ പറയുന്ന പോലെ, ഗല്ലി എന്നൊക്കെ പറയുന്ന പോലെ ഇതിനുള്ളിൽ കൂടെ കുറെ റോഡുകളുണ്ട്. നല്ല നല്ല അടിപൊളി വൈബാണ്. അപ്പോൾ ഞാൻ കായല് ബാക്ക് വാട്ടേഴ്സ്. അപ്പൊ ഇവിടെ കുറെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും ബസ്സിലൊക്കെ ആയിട്ട്. തായ്ലാന്റ് പോയ സമയത്ത് ബാങ്കോക്കില് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. ഇതേപോലെ അത് ഉണ്ടാക്കിയത് ആർട്ടിഫിഷ്യലാ. ഇവിടെ ശരിക്ക് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയാ, ഇങ്ങനെ ഓൾറെഡി ഫെസിലിറ്റി ഉള്ളതാ. ഈ വെച്ചിട്ടുള്ള ഹൗസ് ബോട്ട് പോലത്തെ സെറ്റപ്പ് ഇല്ല ആളെ കൊണ്ടുപോകണം. ഇവർക്ക് സീസണിൽ മാത്രമേ എന്തുള്ളൂ, ഒരു ടൈമിന് മാത്രം ഇങ്ങനത്തെ പരിപാടി. അതും ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടില്ല, കോമ്പറ്റീഷനാണ് ശരിക്കും. ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ അത്യാവശ്യം ക്രാഫ്റ്റ് വർക്കിന്റെ സാധനങ്ങളും ഡ്രസ്സും കൊടുന്ന് വെച്ചിട്ട് ഈ സാധനം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആക്കിയുണ്ടല്ലോ, കണ്ടമാനം പൈസ ഉണ്ടാക്കാം. അവിടെ സൈഡിലൊക്കെ കടകളുണ്ട് കേട്ടോ, കുറെ കടകളില്ല. വെള്ളത്തിനുള്ളിൽ തന്നെ ഈ ഉള്ള ഹൗസ് ബോട്ടില് സാധനങ്ങൾ വിൽക്കുക. മനസ്സിലായി? ഭയങ്കര ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്ഥലമൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടല്ലോ, അടിപൊളി സാധനങ്ങൾ ഉണ്ടാവുക. നമുക്ക് നല്ല ടൂറിസം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആൾക്കാരുടെ കുത്തൊഴുക്ക് ഉണ്ടാവുന്നതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഉണ്ട് ഇപ്പൊ ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ സാറ്റർഡേ സൺഡേ. ഇപ്പോഴാണ് അവര് വരേണ്ട ടൈം. ദീപാവലി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ പിന്നെ തണുപ്പ് തുടങ്ങി. പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. തണുപ്പൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ട് ആലപ്പുഴ. നമ്മുടെ നാട്ടിലുള്ള जो लोग अभी नॉर्थ से आ रहा है वो लोग आपको इधर तड़प नहीं है. इधर तड़प नहीं है, इधर स्नेह कन्नड़ ചൂട് മാത്രമേ ഉള്ളൂ. കന്നഡ കൊത്തും കൊത്തറി ഈയല്ല കന്നഡക്കാരി കൊത്ത് അങ്ങനെ എന്താ സംഭവമാണ്. അത്രേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് കന്നഡ തമിഴ് വരും. തമിഴ് പറ.
ഇങ്ങ ഇങ്ങ, തണുപ്പ് ഇருக்கு തണുപ്പ് ഇല്ല ചൂടുണ്ട്. തണുപ്പ് കണ്ടോ? ഇവിടെ കൊറേ മറ്റേ ചിപ്സിന്റെ കടകളുണ്ട്. അല്ല ഇതൊക്കെ നിങ്ങളെല്ലാരും ആലപ്പുഴക്കാരൊക്കെ, എനിക്ക് എന്റെ ഫാൻസ് ആലപ്പുഴക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ? ആലപ്പുഴയില് തണുപ്പുണ്ട്, ചിപ്സ് ഉണ്ട്, തണുപ്പില്ല, ചൂടുണ്ട്. അല്ല അതൊക്കെ കഴിഞ്ഞു അത് റോഡാണ്, അത് റോഡിലാണ് കേട്ടോ. അപ്പൊ കാണാനൊന്നുമില്ല. സമയത്ത് ഒരിക്കലും എന്നെ മൂന്ന മാത്രം കാണിച്ചിട്ടുണ്ടെന്ന് പറയരുത്. ഓക്കെ, ഞാനത് കാണിച്ചോണ്ട്. അപ്പൊ ഇനി നമ്മള് നേരെ കൈനകരി പോവാണ്. നീ അവിടെ കുറച്ച് അടിപൊളി സാധനങ്ങളുള്ള അല്ല, ഞാനത് സ്ഥലം കാണിച്ചത്. നിങ്ങൾ ഹൗസ് ബോട്ടിലുള്ള വ്യൂസ് ഒക്കെ കണ്ടു വിചാരിക്കുന്നു. ടിവിയിലും സിനിമയിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് എന്തായാലും. എന്നാലും സാറില്ല, ഞാൻ എന്റെ ഉള്ളിൽ കാണിച്ചത്. എന്റെ മുഖത്തിലൂടെ ഞാൻ കാണിച്ചുതരാം, കണ്ണിന്റെ ഉള്ളിൽ കൂടെ ഞാൻ കാണിച്ചുതരാം. ഇവിടെ കൊറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അല്ലല്ലേ? അപ്പൊ ഇനി നമ്മള് ഇനി നേരെ പോട്ടെ. ഇനി ആരും എന്റെ മുഖം കാണണ്ട. ഇനി നമുക്ക് കുറച്ച് കൈനകരി സ്ഥലം ഒക്കെ ഒന്ന് കാണാം. അപ്പൊ ഇത് കാണിച്ചാൽ അപ്പൊ അതിനെ കുറ്റല്ലേ? അത് കാണിക്കുന്നത് നേരത്തെ മതാമ പോയപ്പോ കാണിക്കേണ്ടിരുന്നു. അല്ലാതെ ഇത് നാട്ടില് മറ്റേ തൊടു നോക്കിയാൽ മാതിരി. ഇതാണ് നമ്മുടെ കൈനകരി സ്ഥലം കേട്ടോ. അപ്പൊ നമ്മൾ ടെർമിനലിലേക്കാ പോണത്. അപ്പൊ സിജോ ലിനു എന്തായാലും അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൈലാസം. അപ്പൊ നമ്മുടെ കള്ളുള്ള സ്ഥലമാണ്, കുട്ടനാടൻ കള്ള്. എന്നിട്ട് അതിന്റെ അടിയിൽ ഇതിന്റെ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എഴുതിയില്ല കേട്ടോ. അത് നല്ല കാര്യം. വിവാഹം കഴിഞ്ഞ വിവാഹം ഇദ്ദേഹത്തിന് ഹാനികരം എഴുതിയില്ല. അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങോട്ടൊക്കെ നമുക്ക് വേറെ പറ്റില്ല പറ്റി. എന്താ ഇവിടെ ഫുള്ള് അടിപൊളിയായിട്ട് ചെറിയൊരു അബദ്ധം പറ്റി. എന്താ ഞാൻ പറയട്ടെ, അതായത് നമ്മള് ഇങ്ങോട്ട് വരുമ്പോ ഇതില് ഓൾറെഡി ഫ്യൂല് കുറവായിരുന്നു. അതായത് നമ്മൾ അവിടുന്ന് എടുത്തപ്പോ തന്നെ ഫ്യൂല് കുറവാണ്. 20-30 കാണുന്നു. വിചാരിച്ചെന്നാ വരുന്ന വഴിക്ക് അടിക്കാലോ എന്ന് വിചാരിച്ചു. എനിക്ക് നോക്കിയില്ല. ഒരു ആവേശം മുത്തിട്ട് വണ്ടി എടുത്ത് പോകുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ റേഞ്ച് 0 ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മളൊരു 10-12 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നൊരു 10 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ വണ്ടി തള്ളാം നിർത്തിയിട്ട്. അപ്പൊ സ്നേഹം എന്ത് ചെയ്യണം? പുറത്തിറങ്ങിയിട്ട് എന്റെ തള്ളു കഥകളൊക്കെ ഞാൻ കണ്ടന്റ് ആയിട്ട് വീഡിയോ എടുക്കണം. അല്ലല്ല, ഈ വണ്ടി തള്ളി കൊണ്ടുപോയി ഞാൻ ഒരു സ്ഥലത്ത് കിടന്നു. നല്ല തീരുമാനം. അപ്പൊ എനിക്ക് നോക്കണ്ടേ വാവേ? ഈ നോക്കണ്ടേത് എണ്ണ കഴിയാനായത് ഞാനാ നോക്കുക. ഡ്രൈവർ? ഞാൻ ഡ്രൈവ് ചെയ്യണം, ഞാൻ റൂട്ട് മാപ്പ് നോക്കണം, ഞാൻ ആൾക്കാരോട് വണ്ടി നിർത്തി സ്ഥലം ചോദിക്കണം, ഞാൻ ഏതെങ്കിലും കട എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തി നമുക്ക് പൂള ചിപ്സ് മേടിച്ചു തരണം. ഞാൻ മേടിച്ചു. പിന്നെ ഞാൻ എനിക്ക് എല്ലാ സ്ഥലത്തും എന്നെ കൊണ്ടുപോകണം, എന്റെ പെട്ടി ഞാൻ എടുക്കണം. അനക്ക് എന്തായിരിക്കും പണി? എന്താണ് എന്റെ പണി? വല്ലാത്തൊരു പണിയില്ല. ഇങ്ങനെ ഒരു പണി എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ സ്നേഹന്റെ ഭാര്യ സ്നേഹന്റെ ഭാര്യ ഞാനോ എന്റെ ഭാര്യ അനക്കൊരു പണിയില്ലല്ലോ. എന്റെ ഭാര്യയായിട്ട് എനിക്ക് ജനിച്ചാൽ പോലെ എടുത്തല്ലോ. വണ്ടി ഇപ്പൊ നിക്കും, ചിരിക്കണ്ട, ഇപ്പൊ നിക്കും. അതെ, ഇതിങ്ങനെ കത്തുന്നുണ്ടോ ഇയാടെ? അപ്പൊ അന്ന മേത്ത് ഞെക്ക് അപ്പൊ ഇരുട്ടാവും, നിറം പോവും. നിറം പോയാ എന്താണ്? ഒറിജിനൽ കളർ ഇത് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് രാവിലെ. ഞാൻ സമയമില്ലാന്നൊക്കെ ഇതിന്റെ ഹൗസ് ബോട്ടിന്റെ മുകളിൽ കയറിയിട്ടാണ് മേക്കപ്പ് ഇട്ടത്. ഇനി നമ്മള് എണ്ണ അടിക്കാൻ പോകണ്ട കേട്ടോ. എണ്ണ ഇല്ല, അതാണ് ഏറ്റവും രസം. നോക്കൂല. അതെ. അപ്പൊ ഇനി അതെന്താ സൗണ്ട് കേൾക്കാൻ ഓഫ് ആയിക്കൂടെ? FM ആണ്. ഇനി എന്താ യൂട്യൂബ് വീഡിയോ വർക്ക് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് പോട്ടെ. അപ്പൊ നമ്മള് നേരത്തെ പാറി കണ്ട് കാക്കല്ല, അതായത് അത് കൊറ്റികളായിരുന്നു. കൊറ്റിയോ കൊക്കോ? വെള്ളയും കറുപ്പും കളറില്. കൊക്ക് വെള്ള കളറിൽ ഉണ്ടാവുള്ളൂ, എനിക്കറിയില്ല കറുപ്പ് കളറിലുള്ള എന്താ. നല്ല അടിപൊളി. ചേച്ചിമാര് പാടത്തെ വെള്ളം കയറുന്ന സമയത്ത് അവരവരെ വീട്ടിക്ക് തോണിയില് ഈ പരമ്പത്ത് കൂടിയാണ് ശരിക്കും പോകണ്ടേ. നമുക്ക് അവിടെ വെള്ളം കയറിയപ്പോ അവരെന്ത് ചെയ്തു? തോണി ഇറക്കിയിട്ട് അവർ വീട്ടിൽ പോകും.
പക്ഷെ നല്ല നല്ല രസമുണ്ട് ഇവിടെ, അടിപൊളി. മഴക്കാലം മഴ പെയ്ത് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, മഴ പെയ്ത് കഴിഞ്ഞാൽ പക്ഷെ പ്രശ്നമാവും. കൈനക്കരിന്ന് ഒരാൾ ചാടി ഇറങ്ങി ഈ ബോട്ടിൽ നിന്ന്. നമ്മളൊരു ബോട്ടിൽ കയറാൻ പോവാണ്. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ബോട്ടിൽ നമ്മൾ ഈ ഇതൊരു ടച്ച് ചെയ്തിട്ട് പോകുന്നത് വെള്ളത്തിൽ, നല്ല രസം ഉണ്ടാവും. കേരള സർക്കാരിന്റെ ബസ് പോലടി, ബസ് ഒരു സ്റ്റോപ്പിൽ നിന്ന് ആറ് സ്റ്റോപ്പ് പോലെ. പുറത്ത് നല്ല വെയിലാണ്, അതാണ് ഇപ്പൊ ഞാൻ അകത്ത് ഇരുന്നിട്ട് എടുക്കണത്. അപ്പൊ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ കേരള സർക്കാരിന്റെ ബസ് KSRTC റോട്ടിൽ പോവും, ഇത് റോട്ടിൽ പോവും. KSRTC കളർ വെച്ചിട്ടില്ലേ. ഇവിടെ നല്ലൊരു അപ്പൊ നമ്മള് ലിനുവിനെ കണ്ടു. ഞാൻ ലിനുവിനെ പ്രത്യേകം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിനി എങ്ങനെ പോണ്? ഷാപ്പിലേക്ക് അറിയും ഒരു പ്രോഗ്രാമില്ലേ, ഷാപ്പിലേക്ക് അറിയും രാവിലെ രുചി. അപ്പൊ നമ്മളിനി അതിനാണ് പോണത്, ഷാപ്പിലേക്ക് അറിയും രാവിലെ രുചിക്ക് വേണ്ടിട്ട്. അപ്പോൾ സിജോ വന്നിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും. നമുക്ക് ഒരു വണ്ടിയിൽ പോയാലോ? അപ്പോൾ നമ്മള് ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ടോഡി ഷോപ്പിൽ കേട്ടോ. അപ്പോൾ ലിനുവിന് സിജോന് സായിക്കൊക്കെ കള്ളു കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതായത് ഞാൻ ഒരേ ഡ്രസ്സാണ്. രാവിലെ ഞാൻ നോക്കുമ്പോ കള്ള് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഹോൾസ് മിഠായി പൊടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഞങ്ങള് കള്ളു കുടിക്കാൻ പോട്ടോ. അല്ല സായി തലക്കറി എനിക്കിഷ്ടല്ല. ഇതെടുക്ക, ഇതെന്താ ഈ സാധനം? കറച്ചി, പിന്നെ കൂന്തല്. കഴിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മീനുകൾ കേട്ടോ. തലക്കറി, കുറെ കറികളുണ്ട്. നെയ്മീൻ്റെ തല ഞാൻ ആ ടൈപ്പല്ല. ഞാൻ ഓൺലി മീന്, ചിക്കൻ. ഫുള്ള് ഭയങ്കര തിരക്കാണ്. ഒച്ചയുമ്പോഴും ചായ അവിടെ ഓർഡർ ചെയ്യാണ്. കടലിനുള്ള എല്ലാം പറഞ്ഞു. അച്ഛനെ മീൻ കഴിച്ചാൽ തന്നെ നമ്മള് വയറ് ഫുള്ളാവും അല്ലേ? ഞാൻ അവിടെ ഉള്ള വറുത്തതും വെച്ചതുമായിട്ടുള്ള എല്ലാം പറഞ്ഞു. ഇങ്ങോട്ട് കടിക്കാത്തല്ല. അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ വന്നു, എല്ലാം വന്നു. അപ്പൊ നമ്മള് കഴിക്കാൻ തുടങ്ങില്ലേ, ഡയറ്റ് ഗേൾ. അപ്പൊ നമ്മൾ ഇനി ഒന്നും സംസാരമില്ല, ഇനി ഫുള്ള് ഫുഡ് അടി മാത്രം. അതെ, നമ്മൾ വേറെ വീണ്ടും സാധനങ്ങൾ ഓർഡർ ചെയ്തു. സീജോന് ഒരു സാധനമുണ്ട് ഇപ്പുറത്ത്. വെള്ളം കുടിക്കണ്ട. അതെ, എന്താ മൂത്രയ്ക്കാ? കുടിക്കൂ. അപ്പൊ നമ്മൾ ഈ കടയിലെ ബാക്കിലാണ് വരാൽ. അപ്പൊ വരാലിവിടെ നോക്കിക്കുണ്ട്. ആലപ്പുഴയിലും കോട്ടയത്തുള്ള ആൾക്കാർ ആദ്യമായിട്ട് മീൻ കാണുന്ന പോലെയാണ് നോക്കുന്നത്. കണ്ടോ? അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മള് എന്താ ലിനുവിന് എന്തെങ്കിലും പറയണ്ടോ? വോട്ട് കാണാൻ പോട്ടെ. ഇനി ഇതെല്ലാം ഇവിടെ വന്നല്ലേ വോട്ടണ്ടേ? വോട്ട് ഇവിടെ ഫുള്ള് ചളിയാണ്. എന്നാലും നമ്മള് വോട്ട് കാണാൻ പോണം. എന്താ ലിനുവിന് എന്തോ പറയണ്ട്? പേര് ചിലപ്പോ ഞാൻ പറയില്ല. ഞങ്ങളുടെ നാട്ടില് വേറെ എന്തെങ്കിലും പേരൊക്കെ ആവും. കണ്ടിട്ടുണ്ടോ? നമ്മളെ ബോട്ട്, നമ്മളൊരു ബോട്ട് പൊട്ടിപ്പൊളിഞ്ഞ ബോട്ടിൽ വന്നാണ്. ലിനുവിനും സിജോനും ഇത് കണ്ടേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിവിടെ വന്നാണ്. ആറ്റിമുഖം അല്ല, ആറുമുഖല്ലേ? ആറ്റുമുഖം.